ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് എക്സാമിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. EVSൻ്റെ പേപ്പറാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളുടെയും ചോദ്യ പേപ്പറുകൾ EVS അടക്കം നമ്മൾ EVS 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും എല്ലാം നിങ്ങൾക്ക് STD 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ ബട്ടർഫ്ലൈസ് ഫ്ലട്ടറിങ് ദെയർ കളർഫുൾ വിങ്സ്. എത്ര മനോഹരമാണല്ലേ പൂമ്പാറ്റകൾ അവയുടെ മനോഹരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ചിറകുകൾ വെച്ചിട്ട് പാറുന്നത് കാണാൻ. ഡു യു നോ ദാറ്റ് ബട്ടർഫ്ലൈസ് ആർ നീഡഡ് ഫോർ ഗ്രോയിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ പ്ലാന്റ്സ്. പഴങ്ങളും പച്ചക്കറികളും അവയുടെ ചെടികളിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈസിൻ്റെ സഹായം വേണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? കളർ ദ ബട്ടർഫ്ലൈ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ നമുക്കൊരു ബട്ടർഫ്ലൈയെ തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മനോഹരമായിട്ട് നിറം കൊടുത്ത് ഭംഗിയാക്കുക. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ മക്കളെ? നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല കളർഫുള്ളായിട്ട് നല്ല മനോഹരമായിട്ട് കളർ കൊടുത്താൽ നിങ്ങൾക്ക് അതിനുള്ള പോയിന്റ് കിട്ടും കേട്ടോ. ബട്ടർഫ്ലൈസ് ഹാസ് 4 സ്റ്റേജസ് ഇൻ ദെയർ ലൈഫ് സൈക്കിൾ. ഒരു ബട്ടർഫ്ലൈക്ക് അതിൻ്റെ ലൈഫ് സൈക്കിളിൽ 4 സ്റ്റേജസ് ആണുള്ളത്. ഒബ്സർവ് ദ ഗിവൺ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ സ്റ്റേജസ്. നമുക്ക് താഴെ ആ സ്റ്റേജസിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്, 4 സ്റ്റേജസിൻ്റെ. ആ പിക്ചർ നോക്കിയിട്ട് ഏതൊക്കെ സ്റ്റേജസ് ആണെന്ന് എഴുതണം. ആദ്യത്തേത് നോക്കൂ, ബട്ടർഫ്ലൈ ആണ്. പിന്നെ സെക്കൻഡ് ലാർവയാണ്. തേർഡ് എഗ്ഗാണ്. ഫോർത്ത് പ്യൂപ്പയാണ്. ഡു യു ലൈക്ക് ദിസ് ബട്ടർഫ്ലൈ? നമുക്കിവിടെ താഴെ ഒരു ബട്ടർഫ്ലൈയെ തന്നിട്ടുണ്ട്. ആ ബട്ടർഫ്ലൈയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? കളർ ഇറ്റ് യെല്ലോ. അതിന് മഞ്ഞ നിറം കൊടുക്കണം, യെല്ലോ നിറം കൊടുക്കണം. വിച്ച് ടൈപ്പ് ഓഫ് എ ബട്ടർഫ്ലൈ ഈസ് ദിസ്? അത് ഏത് കാറ്റഗറിയിലുള്ള ബട്ടർഫ്ലൈ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെല്ലോ കളറിലുള്ള ബട്ടർഫ്ലൈ കോമൺലി കാണുന്നത് ബട്ടർഫ്ലൈയെ പറയുന്ന പേര് കോമൺ ഗ്രാസ് യെല്ലോ ബട്ടർഫ്ലൈ ആണ് കേട്ടോ. അപ്പോൾ ആ പേര് എഴുതി കൊടുത്താൽ മതിയേ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബട്ടർഫ്ലൈസിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിൽ തന്ന ആ പിക്ചേഴ്സിലെ ബട്ടർഫ്ലൈസിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചു പോവണേ. ക്വസ്റ്റ്യൻ സി, നെയിം എനി 2 ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ദാറ്റ് വിസിറ്റ് യുവർ ഗാർഡൻ. നമ്മുടെ ഗാർഡനിൽ വിസിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും 2 ബട്ടർഫ്ലൈസിൻ്റെ പേര് എഴുതുക. ലെമൺ ബട്ടർഫ്ലൈയും കോമൺ റോസ് ബട്ടർഫ്ലൈസും ഒക്കെ നമുക്ക് കോമൺലി കാണാൻ കിട്ടുന്ന ബട്ടർഫ്ലൈസ് ആണ്. ക്വസ്റ്റ്യൻ ഡി, വി ഹാവ് ടു എൻഷുർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ബട്ടർഫ്ലൈസ്. ഹൗ ക്യാൻ വി അട്രാക്ട് ദം ടു അവർ കോർട്ട്യാർഡ്. നമുക്ക് ബട്ടർഫ്ലൈസിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യകതയാണ്. നമുക്ക് എങ്ങനെയാണ് ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? അതായത് നമ്മളുടെ വീട്ടിലേക്ക് അട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? പ്ലാന്റ് മോർ ഫ്ലവറിങ് പ്ലാന്റ്സ്. നല്ല പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കുക. ഡിക്രീസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക. ആക്ടിവിറ്റി 2 നോക്കൂ, the food we eat. A variety of food items should be included in the diet to avoid malnutrition. നമ്മളുടെ പോഷകക്കുറവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ വെറൈറ്റി ഓഫ് ഫുഡ്സ് നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. വിച്ച് കാറ്റഗറീസ് ഡു ദ ഫോളോയിങ് ഫുഡ് ഐറ്റംസ് ബിലോങ് ടു. നമുക്ക് താഴെ കുറച്ച് ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ കാറ്റഗറീസിൽ വരുന്നതാണെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ടാബുലേറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്ക് തന്നിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. മുരിങ്ങ ലീവ്സ്, മുരിങ്ങയില. ക്യാബേജ്, ഗ്രീൻ പീസ്, ഗ്രേപ്സ്, ഗ്രീൻ ഗ്രാം അതായത് ചെറുപയർ, സ്നേക്ക് ഗൗഡ് പടവലങ്ങ, ബംഗാൾ ഗ്രാം കടല, ടാപ്പിയോക്ക കപ്പ, പംകിൻ മത്തൻ, ഓറഞ്ച് യാം എന്ന് വെച്ചാൽ നമ്മളുടെ ചേന, ആപ്പിൾ, അമരാന്തസ് എന്ന് വെച്ചാൽ സ്പിനച്ച് തന്നെ, ചീര തന്നെ കേട്ടോ, ലേഡീസ് ഫിംഗർ, വെണ്ട. നമുക്കിതിനെ ടാബുലേറ്റ് ചെയ്യണം. ആദ്യത്തെ കോളത്തിൽ ട്യൂബേഴ്സ് ആണ് എഴുതേണ്ടത്. ട്യൂബേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കിഴങ്ങുകൾ ഏതൊക്കെയാണ് മക്കളെ? ടാപ്പിയോക്ക ഉണ്ട്, അതുപോലെ യാം ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നമുക്ക് ബംഗാൾ ഗ്രാം തന്നിട്ടുണ്ട്. ബംഗാൾ ഗ്രാം ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? പൾസസ് ആണ്, അതായത് പയറ് വർഗ്ഗങ്ങളാണ്. അതിൽ ബംഗാൾ ഗ്രാം വരും, പിന്നെ ഗ്രീൻ പീസ് വരും കേട്ടോ, അതുപോലെ ഗ്രീൻ ഗ്രാമും വരും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്തെഴുതാം? ഫ്രൂട്ട്സ് എഴുതാം. തന്നിരിക്കുന്നതിൽ ഫ്രൂട്ട്സ് ഗ്രേപ്സ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്. പിന്നെ വെജിറ്റബിൾസിൽ ക്യാബേജ് ഉണ്ട്, സ്നേക്ക് ഗൗഡ് ഉണ്ട്, പംകിൻ ഉണ്ട്, ലേഡീസ് ഫിംഗർ ഉണ്ട്. പിന്നെ അടുത്തത് ലീഫി വെജിറ്റബിൾസ് ഏതൊക്കെയാണ്? ഇലവർഗ്ഗങ്ങൾ, മുരിങ്ങ ലീവ്സ് ഉണ്ട്, അമരാന്തസും ഉണ്ട് കേട്ടോ. ഇനി വേറെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഐ ബിലോങ് ടു പൾസസ് ഫാമിലി. ഞാൻ പൾസസ് ഫാമിലിയിലാണ് പെടുന്നത്, അതായത് പയർ വർഗ്ഗത്തിലാണ് പെടുന്നത്. ഐ ആം ഗ്രീൻ ഇൻ കളർ. ഞാൻ ഗ്രീൻ കളറിലാണുള്ളത്. ഐ ആം സ്മോളർ ദാൻ ദ ബംഗാൾ ഗ്രാം. ഞാൻ കടലയേക്കാൾ എന്താണ്? ചെറുതാണ്. ഹു ആം ഐ? കടലയേക്കാളും ചെറുതുള്ള പച്ച നിറത്തിലുള്ള കാണുന്ന പയർവർഗ്ഗം ഏതാണ് മക്കളെ? ചെറുപയറാണല്ലേ, അതായത് ഗ്രീൻ ഗ്രാം ആണ്. ഓക്കെ,
ക്വസ്റ്റ്യൻ സി, ഫൈൻഡ് ദ ഓഡ് വൺ. താഴെ തന്നിട്ടുള്ളത് ഒറ്റപ്പെട്ടത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. മിൽക്ക്, എഗ്ഗ്, ടാപ്പിയോക്ക, മീറ്റ്. നമുക്കറിയാം ഏതാണ്? ടാപ്പിയോക്കയാണ്. കാരണം എന്താണ്? മിൽക്കും എഗ്ഗും മീറ്റും ഒക്കെ നമുക്ക് ആനിമൽസിൽ നിന്ന് കിട്ടുന്നതാണ്. ടാപ്പിയോക്ക ഒരു ട്യൂബറാണ്. ആക്ടിവിറ്റി 3, ഡിഡ് യു നോട്ടീസ് വാട്ട് ഈസ് റിട്ടൺ ഓൺ ദ ബസ്? ബസ്സിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഡോണ്ട് പുട്ട് യുവർ ഹാൻഡ്സ് ഓർ ഹെഡ്സ് ഔട്ട്സൈഡ് ദ ബസ്. ബസ്സിന് പുറത്തേക്ക് കൈയും തലയും പുറത്തിടരുത് എന്നിട്ടോ. വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് വെൻ ട്രാവലിംഗ് ഇൻ വെഹിക്കിൾസ്? വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോണ്ട് ലീപ്പ് ഇൻ ടു എ മൂവിംഗ് വെഹിക്കിൾ ടു ഗെറ്റ് ഡൗൺ. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ കയറരുത്. ഗെറ്റ് ഡൗൺ ഓൺലി ആഫ്റ്റർ ദ വെഹിക്കിൾ സ്റ്റോപ്സ് മൂവിങ്. വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങരുത്. വാഹനം നിർത്തിയ ശേഷം മാത്രം ഇറങ്ങുക. ഡോണ്ട് പുട്ട് യുവർ ഹാൻഡ്സ് ആൻഡ് ഹെഡ് ഔട്ട്. കൈയും തലയും പുറത്തിടരുത്. ഡോണ്ട് സ്റ്റാൻഡ് നിയർ ദ ഡോർ. ഡോറിനടുത്ത് നിൽക്കരുത്. ഡു നോട്ട് സ്പിറ്റ് ഔട്ട് ഓഫ് ദ വെഹിക്കിൾ. വണ്ടിയിൽ നിന്നും പുറത്തേക്ക് തുപ്പരുത്. ഹോൾഡ് സെക്യൂർലി ഇൻ ദ വെഹിക്കിൾ. വാഹനത്തിൽ നല്ല സുരക്ഷിതമായിട്ട് പിടിച്ചിരിക്കണം. വിയർ എ സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഓക്കെ. ക്വസ്റ്റ്യൻ ബി, വാട്ട് ആർ ദ കോസസ് ഓഫ് റോഡ് ആക്സിഡൻറ്റ്? റോഡ് ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓവർ സ്പീഡ്, അമിത വേഗത. കെയർലെസ് ഡ്രൈവിംഗ്, ശ്രദ്ധിക്കാതെയുള്ള വാഹനം ഓടിക്കുന്നത്. ഡിസ്റിഗാർഡിംഗ് വാർണിംഗ് സൈൻ ബോർഡ്സ്, നമ്മളുടെ വാർണിംഗ് സൈൻ ബോർഡ്സ് ശ്രദ്ധിക്കാത്തത്. നോട്ട് പേയിങ് അറ്റൻഷൻ ടു ട്രാഫിക് സിഗ്നൽ ലൈറ്റ്സ്, ട്രാഫിക് സിഗ്നലുകൾ ശ്രദ്ധ കൊടുക്കാത്തത്. യൂസിങ് എ മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്. ഡ്രങ്കൺ ഡ്രൈവ്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. അൺസേഫ് റോഡ്സ്, സുരക്ഷിതമല്ലാത്ത റോഡുകളെ കൊണ്ട്. ഇൻഎക്സ്പീരിയൻസ് ഓഫ് ദ ഡ്രൈവർ, ഡ്രൈവറുടെ പരിചയമില്ലായ്മയെ കൊണ്ട്, പരിചയക്കുറവ് കൊണ്ട്. ട്രാഫിക് കൺജഷൻ, വാഹന പെരുപ്പം കൊണ്ട്. ഇക്കാരണങ്ങളെ കൊണ്ടെല്ലാം നമുക്ക് റോഡ് ആക്സിഡൻറ്റ്സ് കൂടാൻ സാധ്യതയുണ്ട്. ആക്ടിവിറ്റി 4, മൈ ഗാർഡൻ. ഹൈ പെസ്റ്റിസൈഡ്സ് ഇൻ വെജിറ്റബിൾസ്. എന്താണ്? വെജിറ്റബിൾസിൽ കൂടുതൽ അമിതമായ കീടനാശിനി പ്രയോഗം. ഹൈ റേറ്റ്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പേഷ്യൻസ്. കീടനാശിനികളുടെ ഉപയോഗം കൂടുന്നു, രോഗികളുടെ എണ്ണം കൂടുന്നു. ക്വസ്റ്റ്യൻ എ, ഹാവ് യു റെഡ് ദ ഹെഡ്ലൈൻസ് ഫ്രം ദ ന്യൂസ് പേപ്പർ? ഇത് രണ്ടും എന്താണ്? ഹെഡ്ലൈൻസ് ആണ് ന്യൂസ് പേപ്പറിൻ്റെ നിന്നുള്ള. അപ്പോൾ അത് നിങ്ങൾ വായിച്ചില്ലേ? ഇറ്റ് ടെൽസ് അസ് ദ നീഡ് ടു മേക്ക് അവർ ഓൺ കിച്ചൺ ഗാർഡൻ. അതെന്താ നമ്മളോട് പറയുന്നത്? നമ്മൾ സ്വന്തമായിട്ടൊരു കിച്ചൺ ഗാർഡൻ, അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടിയാണ് അത് നമ്മോട് പറയുന്നത്. വാട്ട് ആർ ദ പ്രിപ്പറേഷൻസ് ടു ബി മെയ്ഡ് ടു മേക്ക് എ വെജിറ്റബിൾ ഗാർഡൻ? ഒരു വെജിറ്റബിൾ ഗാർഡൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആവശ്യമാണ്? ചൂസ് ക്വാളിറ്റി സീഡ്സ്, ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുക. എൻഷുർ വാട്ടർ അവൈലബിലിറ്റി, ജലത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക. ചൂസ് ഫെർട്ടൈൽ സോയിൽ, നല്ല വളർക്കൂറുള്ള മണ്ണ് തിരഞ്ഞെടുക്കുക. ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ഡൗൺ ദ മെറിറ്റ്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൾട്ടിവേറ്റഡ് ഇൻ അവർ ഓൺ വെജിറ്റബിൾ ഗാർഡൻ. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും എന്തെങ്കിലും 2 മേന്മകൾ, മെറിറ്റ്സ് എഴുതുക. വി ക്യാൻ ഈറ്റ് ടേസ്റ്റി ഫുഡ്, നമുക്ക് നല്ല സ്വാദിഷ്ടമായ ഫുഡ് കഴിക്കാം. ദർ വിൽ ബി നോ ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ആക്ടിവിറ്റി 5, നോ സോയിൽ നോ ലൈഫ്. ക്വസ്റ്റ്യൻ എ, ദ പ്ലാസ്റ്റിക് കവേഴ്സ് സ്കാറ്റേർഡ് ഇൻ ദ ഗ്രൗണ്ട് ആഫ്റ്റർ ദ ഫെസ്റ്റിവൽ ക്യാൻ ബി ബറീഡ്. അമ്മു സെഡ്, നമ്മളുടെ ഉത്സവം കഴിഞ്ഞ ശേഷമുള്ള അവിടെ കിടക്കുന്ന ചിതറിക്കിടക്കുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മണ്ണിലേക്ക് ഇടാമെന്നാണ്, കുഴിച്ചു മൂടാമെന്നാണ് അമ്മു പറഞ്ഞത്. ഡു യു എഗ്രി വിത്ത് ഹെർ? നിങ്ങൾ അമ്മു പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? വൈ, എന്തുകൊണ്ട്? നോ, ഞാൻ യോജിക്കുന്നില്ല. ബിക്കോസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആർ ഇനോർഗാനിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്താണ്? ഇനോർഗാനിക് വേസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് നെവർ ഡീകമ്പോസ് ഇൻ സോയിൽ. അത് മണ്ണിൽ ഡീകമ്പോസ് ആവില്ല, അലിഞ്ഞു ചേരില്ല. ഇറ്റ് ടേക്സ് മെനി ഇയേഴ്സ് ഫോർ പ്ലാസ്റ്റിക്സ് ടു ഡിസോൾവ് ഇൻ ദ സോയിൽ. മണ്ണിൽ അലിഞ്ഞു ചേരാൻ പ്ലാസ്റ്റിക്കുകൾക്ക് ഒരുപാട് വർഷങ്ങൾ എടുക്കേണ്ടി വരും. സോ ബിക്കോസ് ഓഫ് ദിസ് ദർ വിൽ ബി സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ഫോർ ഓൾ ലിവിങ് തിങ്സ്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും അത് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. ക്വസ്റ്റ്യൻ ബി, പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ക്ലീൻലിനെസ് ആർ ഗോയിങ് ഓൺ ദ സ്കൂൾ. ശുചീകരണത്തെ കുറിച്ചിട്ടുള്ള പരിപാടികൾ സ്കൂളിൽ നടക്കുകയാണ്. ദ ടീച്ചേഴ്സ് ആസ് വെൽ ആസ് ദ മെമ്പേഴ്സ് ഓഫ് ശുചിത്വ ക്ലബ് വേർ പാർട്ട് ഓഫ് ദീസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ശുചിത്വ ക്ലബിലെ മെമ്പേഴ്സും അതുപോലെ ടീച്ചേഴ്സും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. ഗിവൺ ബിലോ ആർ ദ ഒബ്ജക്ട്സ് ദേ കളക്റ്റഡ് വൈൽ ക്ലീനിങ്. അവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഒബ്ജക്ട്സ് താഴെ തന്നിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് ഡീകമ്പോസ് ഇൻ സോയിൽ. അപ്പോൾ അതിൽ മണ്ണിൽ ഡീകമ്പോസ് ആവാത്ത ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് എഴുതണം. അവർ കളക്ട് ചെയ്ത ഒബ്ജക്ട്സ് നോക്കിക്കുക. ആദ്യം ബനാന പിൽ, പഴത്തൊലി, ലീവ്സ്, ഇലകൾ, ന്യൂസ് പേപ്പർ, തെർമോകോൾ, പ്ലാസ്റ്റിക് കവർ, വുഡ് പീസസ്, മരക്കഷ്ണങ്ങൾ, ക്ലോത്ത് മാസ്ക്, തുണിയുടെ മാസ്ക്, ഫുഡ് വേസ്റ്റ്, ചോക്ലേറ്റ് റാപ്പർ, ചോക്ലേറ്റിൻ്റെ കവറുകൾ, സ്ട്രോ, പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ, ബലൂൺസ്, ഫ്ലവേഴ്സ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്.
അപ്പോൾ ഇതിൽ ഡീകമ്പോസ് ആവാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ് മക്കളെ? തെർമോക്കോള്, പ്ലാസ്റ്റിക് കവറ്, ചോക്ലേറ്റ് റാപ്പർ, പ്ലാസ്റ്റിക് സ്ട്രോ, ബലൂൺസ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്. ഇത്രയും വസ്തുക്കൾ എന്താണ്? മണ്ണിൽ ഡീകമ്പോസ് ആവാത്ത വസ്തുക്കളാണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ എഴുതാവുന്നതാണ്. Question C. It is decided to display posters on different areas in the school to convey the message no soil no life. നോ സോയിൽ നോ ലൈഫ് എന്നുള്ള മെസ്സേജ് വരുന്ന രീതിയിൽ കുറച്ച് പോസ്റ്റേഴ്സ് സ്കൂളിന് ചുറ്റും ഒട്ടിക്കാനായിട്ട് തീരുമാനിച്ചു. പ്രിപ്പയർ സ്യൂട്ടബിൾ സെൻറ്റൻസസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പോസ്റ്റർ. ആ പോസ്റ്ററിൽ നമുക്ക് എഴുതാൻ പാകത്തിലുള്ള 2 പോസ്റ്റേഴ്സ് വാചകങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സേവ് സോയിൽ സേവ് എർത്ത്, അതൊരു ക്വാട്ടാണ്. അതുപോലെ റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് സേവ് അവർ സോയിൽ, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക, സേവ് അവർ സോയിൽ, മണ്ണിനെ രക്ഷിക്കുക. ആക്ടിവിറ്റി 6 ഹെൽത്ത് ഈസ് വെൽത്ത്. ഒബ്സർവ് ദ പിക്ചർ. താഴെ തന്നിട്ടുള്ള പിക്ചർ നോക്കൂ. ക്വസ്റ്റ്യൻ എ. ഫൈൻഡ് ദ സിറ്റുവേഷൻസ് ഫ്രം ദ പിക്ചർ ദാറ്റ് സ്പ്രെഡ് ഡിസീസസ്. അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഈ പിക്ചറിലുണ്ട്. അത് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് എഴുതുക. സിറ്റുവേഷൻ നോക്കൂ. ദർ ഈസ് എ സീവേജ് ഇൻ ദ ഡ്രെയിൻ. ഓടകളിൽ മാലിന്യങ്ങളുണ്ട് അല്ലേ. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആർ ലൈങ് അറൗണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അവിടെ ചുറ്റിലും പരന്ന് കിടക്കുന്നുണ്ട്. വെൽസ് ആർ നോട്ട് നെറ്റഡ് ആൻഡ് കവേർഡ്. കിണറുകൾ വലയിട്ട് മൂടിയിട്ടില്ല. ദർ ആർ മെനി പ്ലേസസ് ഫോർ മോസ്കിറ്റോസ് ടു മൾട്ടിപ്ലൈ. കൊതുകുകൾ വളരുന്നതിന് പെരുകുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ക്വസ്റ്റ്യൻ ബി. വി ഹാവ് ടു കീപ് ദ വാട്ടർ അൺപൊല്യൂട്ടഡ്. നമ്മൾ ജലം മലിനമാക്കരുത്. റൈറ്റ് എനി 4 ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ വാട്ടർ. ജലത്തിലൂടെ പകരുന്ന ഏതെങ്കിലും 4 ഡിസീസസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കോളറ, ഡിസെൻട്രി, ക്രിപ്റ്റോസ്പൈറോസിസ്, അമീബിയാസിസ്, ഇതെല്ലാം വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ആണ്. ക്വസ്റ്റ്യൻ സി. പേഴ്സണൽ ഹൈജീൻ ആൻഡ് ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ് ആർ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ. പരിസര ശുചിത്വം പോലെ തന്നെ പ്രധാനമാണെന്ത്? വ്യക്തി ശുചിത്വവും. ഫൈൻഡ് ഔട്ട് ദ ബാഡ് ഹെൽത്ത് ഹാബിറ്റ്സ് ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ് ആൻഡ് പുട്ട് എ ക്രോസ് മാർക്ക്. നമുക്ക് താഴെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിലെ ബാഡ് ഹാബിറ്റ്സ്, അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് നേരെ ക്രോസ് മാർക്ക് ഇടുക, തെറ്റിടുക. ആദ്യത്തേത് നോക്കൂ. യൂസ് ബോയിൽഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുക, അതൊരു നല്ല കാര്യമാണ്. സെക്കൻഡ് നോക്കൂ. ടോയ്ലറ്റ് അറ്റ് ഓപ്പൺ സ്പേസസ്. തുറന്ന സ്ഥലത്ത്, തുറസായ സ്ഥലത്ത് ടോയ്ലറ്റ് ചെയ്യുക, അതായത് മലമൂത്ര വിസർജനം നടത്തുക, അത് തെറ്റായ കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ക്രോസ് ചെയ്യാം. ഈറ്റ് ഫുഡ് അറ്റ് ദ നൈറ്റ് ടൈം. റൈറ്റ് ടൈം, ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുക, അതൊരു നല്ല കാര്യമാണ്. ടേക്ക് ഫുഡ് കെപ്റ്റ് ഓപ്പൺ ഓർ സ്റ്റേൽ. അതായത് ഭക്ഷണങ്ങൾ തുറന്നു വെച്ചതും മലിനമായതുമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ഭക്ഷണങ്ങൾ വെക്കുക, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അവിടെ നമുക്ക് ക്രോസ് ചെയ്യാം. അപ്പോൾ മക്കളെ, ഇതെങ്ങനെയുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പർ? ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതിൽ ചെയ്ത ആക്ടിവിറ്റീസൊക്കെ നല്ലതുപോലെ പഠിക്കുക. വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ശരി, ആ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്